അധ്യക്ഷൻ AKMCC പ്രസിഡന്റ് അസീസ് മണിയൂർ സാഹിബ്, ഇന്നത്തെ നമുക്ക് ലഭിച്ച നിധി എന്ന് തന്നെ പറയാം, നമ്മുടെ അതിഥിയായ സൈനുൽ ആബിദീൻ സാഹിബ്, നമ്മുടെ മറ്റൊരു അതിഥി ഷാഫി ഷാലിയം സാഹിബ്, മറ്റ് നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. GM ബനാത്തുവാല സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. GM ബനാത്തുവാല സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ വർക്കിംഗ് ചെയർമാനായി നമ്മുടെ സൈനുൽ ആബിദീൻ സാഹിബ് ആദ്യമായി ഇന്ന് മുംബൈയിൽ എത്തിയ ഈ സാഹചര്യത്തിൽ AKMCC ഒരുക്കുന്ന ഈ സ്വീകരണത്തിന് ആശംസ നേരുക എന്നുള്ളതാണ്. GM ബനാത്തുവാല സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ പ്രവർത്തന മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യമായി തുടങ്ങിയത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആഴ്ചയിൽ ഭക്ഷണം ഒരു 300 പേർക്കുള്ള ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരംഭിച്ചത്. അങ്ങനെ നമ്മൾ ആരംഭിച്ചപ്പോൾ പക്ഷേ 300 കിറ്റുമായി നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് വളരെ സങ്കടകരമായ ഒരവസ്ഥയായിരുന്നു. ഏകദേശം 1000-ഓളം ആൾക്കാർ ലൈനിൽ നിൽക്കുമ്പോൾ നമ്മളൊരു 300 കിറ്റ് മാത്രം കൊണ്ടുപോയി അവർക്ക് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് സമാധാനിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. ഈ കാര്യത്തിൽ എനിക്ക് പ്രത്യേകം എടുത്തു പറയാം, ഞങ്ങളുടെ വഡാള ബ്രാഞ്ച് സാരഥികളായ ഷൗക്കത്ത്, ഇലിയാസ് എന്നിവരാണ് ആ ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവരെ പ്രത്യേകം ഇതിന് നന്ദി പറയേണ്ടി വരും. ഒന്ന് ഷൗക്കത്ത് എണീച്ച് നിൽക്കണം. അദ്ദേഹമാണ് അവിടെ നമ്മൾക്ക് വേണ്ടി ഭക്ഷണ വിതരണത്തിന് മുൻകൈയെടുക്കുന്നത്. അതേപോലെ തന്നെ ഇല്യാസ്, ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ച് എന്ന നിലക്ക് അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടെയുള്ള കുട്ടികളുടെ ക്യാൻസർ രോഗം പിടിപെട്ട് കഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ കുട്ടികളും ഉമ്മമാരും മറ്റ് വൃദ്ധന്മാരൊക്കെ ആളുകളെ കാണുമ്പോൾ നമ്മൾക്ക് ഇതൊന്നുമല്ല എന്ന് മാത്രം നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തന മേഖല വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ഇന്ന് മുതൽ നമ്മുടെ സൈനുൽ ആബിദീൻ സാഹിബും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ സംഘടിപ്പിക്കാറുണ്ട്. അതും എല്ലാ വർഷവും നടത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് അതും വിപുലീകരിക്കുന്നതായിരിക്കും. ഈ വേളയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത ആശംസാ പ്രസംഗത്തിന് വേണ്ടി